Hello everyone, welcome back to my YouTube channel and to a new video. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർ ഹരിദാസ് എന്നൊരു പോയാണ്. ഇറ്റ്സ് ബൈ ഗുലാം മുഹമ്മദ് ഷെയ്ഖ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓതർ ബയോഗ്രഫിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഗുലാം മുഹമ്മദ് ഷെയ്ഖ് ഇസ് എ പെയിൻറ്റർ, പോയറ്റ് ആൻഡ് ആർട്ട് ക്രിട്ടിക്. അദ്ദേഹം ഗുജറാത്തിൽ നിന്നാണ് വരുന്നത്. അത് മാത്രമല്ല അദ്ദേഹം ഒരുപാടധികം അവാർഡ്സിനും യോഗ്യമായിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1983 പത്മശ്രീയും 2014 പത്മഭൂഷണും അദ്ദേഹത്തിന് അവാർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് കൂടുതലും ആർട്ടിൻ്റെ ഒരു കോൺട്രിബ്യൂഷന് വേണ്ടിയാണ്. അദ്ദേഹം ഒരു പെയിൻറ്ററാണ്, അതുകൊണ്ട് തന്നെ ആർട്ട് ഫീൽഡിലാണ് അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ്സ് കിട്ടിയത്. ഇനി അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പ്രൊഫസർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ആർട്ട് വേൾഡിലാണ്, ഒരു പെയിൻറ്റർ എന്ന രീതിയിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രശസ്തി നേടിയിട്ടുള്ളത്. ഏകദേശം 4 നൂറ്റാണ്ടോളം അദ്ദേഹം ഈ ഒരു ഫീൽഡിൽ കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല എക്സിബിഷൻസും വേൾഡ് ഫേമസ് ആണ്. ഇനി അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചറിലുള്ള കോൺട്രിബ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ ഗുജറാത്തി സർറിയലിസ്റ്റിക് പോയംസിലാണ് അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത്. സർറിയലിസം എന്ന് പറയുന്നത് റിയാലിറ്റിയും ഫാൻറ്റസിയും തമ്മിലുള്ള ആ ഒരു ബൗണ്ടറിയിലൂടെ ആ ഒരു തീംസ് ഡിസ്കസ് ചെയ്യുന്ന പോയംസ് ആണ് സർറിയലിസ്റ്റിക് പോയംസ്. അദ്ദേഹത്തിൻ്റെ ഒരു കളക്ഷൻ അത്വ പബ്ലിഷ്ഡ് ഇൻ 1974 അദ്ദേഹത്തിനൊരു ഫേമസ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. അത് മാത്രമല്ല അദ്ദേഹം ഒരു പ്രോസ് സീരീസ് എഴുതിയിട്ടുണ്ട്. ഘർ ജത്തൻ എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ തന്നെ ഷിഡ്ജി, വിശ്വമാനവ്, സായൂജ്യ തുടങ്ങിയ മാഗസീൻസിൻ്റെ സ്പെഷ്യൽ എഡിഷൻസും അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 1964 പബ്ലിഷ് ചെയ്തിട്ടുള്ള അമേരിക്കൻ ചിത്രകല എന്നത് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേറ്റഡ് വർക്കാണ്. ഇതാണ് നമ്മുടെ പോയറ്റായിട്ടുള്ള ഗുലാം മുഹമ്മദ് ഷെയ്ഖിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ. ഈ ഒരു ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓതർ ബയോഗ്രാഫി നോട്ട്സ് വേണമെങ്കിൽ ആ ഒരു ആർട്ടിക്കിൾ ലിങ്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ പോയത്തിലേക്ക് വരാം. സോ ഈ ഒരു പോയത്തിൻ്റെ തീം എന്ന് പറയുന്നത് അൺഎക്സ്പ്രസ്ഡ് ഇമോഷൻ ആണ്. ഇതിൻ്റെ ഒരു കീ തീമായിട്ട് വരുന്നത്. അത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു പോയത്തിനുടനീളം തന്നെ നമ്മൾ കാണുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു പോയം വായിച്ചുകൊണ്ട് തന്നെ എൻ്റെ ലൈൻ ബൈ ലൈൻ മീനിങ് നമുക്ക് അനലൈസ് ചെയ്യാം. സോ പോയം എന്ന് പറയുന്നത് ടു ഗോ ഡിപ്പാർട്ടിംഗ് മീൻ വൈൽ വിത്ത് സൈ സ്മിയർഡ് ഫീറ്റ് once more having slipped into my pocket what I had wanted to say. It couldn't be written in a letter. I had wanted to say it in person. Couldn't bring myself to say it with my hand in yours. Our eyes suddenly meeting sent it away. Chatting then, we saw it curled up in the corner. So we waited for a fresh wound for it to come shrieking out with blood. Today that old barren talk unspent is up my trousers like a lizard. ഇതാണ് പോയം. ഇനി നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് തന്നെ എൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ് ഓപ്പണിംഗ് ലൈൻ എന്താണ്? ടു ഗോ ഡിപ്പാർട്ടിംഗ് മീൻ വൈൽ വിത്ത് സൈ സ്മിയർഡ് ഫീറ്റ്. ഈ ഒരു ഫസ്റ്റ് ലൈനിൽ തന്നെ ഒരു സെപ്പറേഷൻ ആണ് കാണിക്കുന്നത്, ഒരു ഡിപ്പാർച്ചർ ആണ് കാണിക്കുന്നത്. സ്പീക്കർ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയും അവരുടെ വഴിയിലേക്ക് പോവുകയാണ്, സെപ്പറേറ്റ് ചെയ്യാണ്. പക്ഷേ സ്പീക്കറിൻ്റെ കാലിന് ഒരു ഭാരം തോന്നിക്കുകയാണ്. അതെന്താണ് ആ ഒരു ഭാരം? നെക്സ്റ്റ് ലൈൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. വൺസ് മോർ ഹാവിങ് സ്ലിപ്ഡ് ഇൻ ടു മൈ പോക്കറ്റ് വാട്ട് ഐ ഹാഡ് വാണ്ടഡ് ടു സേ. അപ്പോൾ എന്താണ് ആ ഒരു കാലുകൾക്ക് ഭാരം തോന്നാൻ കാരണം? സ്പീക്കറിന് ഒരു കാര്യം സംസാരിക്കണമെന്നുണ്ടായിരുന്നു, ഒരു കാര്യം കൺഫസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കാര്യം സംസാരിച്ചില്ല. അതിനുള്ള സാഹചര്യം വന്ന് കാണത്തില്ല, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം വന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു വസ്തു ഒളിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സൂക്ഷിക്കാൻ വേണ്ടി നമ്മുടെ പോക്കറ്റിൽ വെക്കുന്നത്? അതുപോലെ തന്നെ സ്പീക്കർ ആ ഒരു കാര്യം മനസ്സിൽ തന്നെ സൂക്ഷിച്ചു. ഇനി നെക്സ്റ്റ് ലൈൻ നോക്കാം. ഇറ്റ് കുഡ്ന്റ് ബി റിട്ടൺ ഇൻ എ ലെറ്റർ. ഐ ഹാഡ് വാണ്ടഡ് ടു സേ ഇറ്റ് ഇൻ പേഴ്സൺ. അപ്പോൾ ഒരു കാര്യം, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം തന്നെ പറയാനുണ്ടെങ്കിൽ, അത് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ടെങ്കിൽ പലപ്പോഴും എഴുതി നമ്മൾ വെക്കാറുണ്ട്. നമ്മുടെ ഡയറിയിലോ അല്ലെങ്കിൽ ഒരു രീതിയിൽ ഒരു ലെറ്ററിൽ എഴുതി ആ ഒരു വ്യക്തിക്ക് കൊടുക്കാറുണ്ട്.
അപ്പോൾ എന്തുകൊണ്ട് സ്പീക്കർ ഈ ഒരു കാര്യം ചെയ്തില്ല, എന്തുകൊണ്ട് എഴുതി വെച്ചില്ല? കാരണം സ്പീക്കറിന് നിർബന്ധമായിരുന്നു താൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആ ഒരു വ്യക്തിയോട് നേരിട്ട് ഫേസ് ടു ഫേസ് ആയിട്ടാണ് സംസാരിക്കണമെന്നുള്ളൊരു ആഗ്രഹം സ്പീക്കറിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു എഴുത്തിലൂടെ ഒരു കാര്യം പറയാത്തത്. ഇൻ നെക്സ്റ്റ് ലൈൻ നോക്കാം. Couldn't bring myself to say it with my hand in yours, our eyes suddenly meeting, sent it away. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഏറ്റവും എന്താണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അവസരമാണ് സ്പീക്കറിന് ഉണ്ടായിരുന്നത്. കാരണം സ്പീക്കറും ഈ ഒരു വ്യക്തിയും തമ്മിൽ കണ്ടു എന്ന് മാത്രമല്ല, അവർ തമ്മിൽ അത്രയും ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു മൂമെൻ്റ് ആയിരുന്നു. അവർ പരസ്പരം കൈ പിടിച്ച് പരസ്പരം കണ്ണുകളിൽ നോക്കിക്കൊണ്ടുള്ള അത്ര ഇൻറ്റിമേറ്റ് ആയിട്ടൊരു മൊമെൻറ്റിൽ അവർ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് പോലും സ്പീക്കറിന് താൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, തൻ്റെ ഫീലിങ്സ് അവിടെ പറയാൻ സാധിച്ചില്ല. എന്താണ് ആ ഒരു സമയത്ത് ആ ഒരു മൊമെൻറ്റ് പാസ്സായി, ഇനി ആ ഒരു അവസരം നഷ്ടപ്പെടുകയും ചെയ്തു. നെക്സ്റ്റ് ലൈൻ. ചാറ്റിംഗ് ദെൻ വി സോ ഇറ്റ് കേൾഡ് അപ്പ് ഇൻ ദ കോർണർ. അവർ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു, പക്ഷെ ഈ ഒരു കാര്യം മാത്രം, ഈ ഒരു ലൈനിൽ ഇറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ആ ഒരു അൺസ്പോക്കൺ ഫീലിങ്സ് ആണ്, അവരുടെ ആ ഒരു കൺഫെഷനാണ് ഇറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ ഒരുപാട് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു, പക്ഷേ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള വിഷയം മാത്രം അവർ ആ ഒരു മൂലയിലേക്ക് ഒതുക്കി വെച്ചു. ആൻഡ് ദ ഫൈനൽ ലൈൻ. സോ വി വെയിറ്റഡ് ഫോർ എ ഫ്രഷ് വൂണ്ട് ഫോർ ഇറ്റ് ടു കം സ്ട്രീക്കിംഗ് ഔട്ട് വിത്ത് ബ്ലഡ്. Today that old barren talk unspent is up my trousers like a lizard. അപ്പോൾ ആ ഒരു അവസരം നഷ്ടപ്പെട്ടു. സ്പീക്കറിന് സംസാരിക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കൺഫെഷൻ അവിടെ സംസാരിക്കാതെ തന്നെ പോയി. അപ്പോൾ അതിനെങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു വൂണ്ട്, ഒരു മുറിവിനോടാണ് ആ ഒരു റിഗ്രറ്റിനെ സ്പീക്കർ കമ്പയർ ചെയ്യുന്നത്. മാത്രമല്ല ആ ഒരു അവസരം നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ആ ഒരു കുറ്റബോധവും സ്പീക്കറിന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും സ്പീക്കറിൻ്റെ മനസ്സിൽ ആ ഒരു കാര്യം ഒന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതൊന്ന് പറയാനുള്ളൊരു ധൈര്യം കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്ത, അത് ഒരു ഒരു അൺവാണ്ടഡ് പ്രസൻസ് പോലെ ഇപ്പോഴും മനസ്സിൽ ഉണ്ട്. ഇതാണ് പോയത്തിൻ്റെ ഒരു ബേസിക് സമ്മറി എന്ന് പറയുന്നത്. സോ തീം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അൺസ്പോക്കൺ ഇമോഷൻസ്, അല്ലെങ്കിൽ ഒരാളായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആഗ്രഹം, ഒരാളായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഈ ഒരു പോയറ്റുടനീളം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല സ്പീക്കറിന് ഇവിടെ തൻ്റെ ഫീലിങ്സിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല, അത് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആ ഒരു കാര്യം കൂടി നമുക്ക് ഈ ഒരു പോയത്തിൽ മനസ്സിലാകുന്നുണ്ട്. ഇനി സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഫ്രീ വേഴ്സ് പോയമാണ്. ഒരു പ്രത്യേകിച്ച് ഒരു റൈം സ്കീമോ മീറ്ററോ ഒന്നും തന്നെ ഇല്ല. മാത്രമല്ല ഒരു പോയം വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു കോൺവെർസേഷണൽ സ്റ്റൈലാണ് ഫീൽ ചെയ്യുന്നത്. സ്പീക്കർ നമ്മൾ റീഡേഴ്സിനോട് തന്നെ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ പോലെ സംസാരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. മാത്രമല്ല ഇവിടെ ഒരു മോണോലോഗ് സ്റ്റൈലാണ് നമുക്ക് പറയാൻ സാധിക്കും. കാരണം സ്പീക്കർ ഇവിടെ സ്വന്തം ഫീലിങ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഇൻട്രോസ്പെക്റ്റീവ് ആണ്. ഇനി ലാംഗ്വേജ് ആണെങ്കിൽ സിമ്പിളാണ്, ഷോർട്ട് ലൈൻസ് ആണ്, ചെറിയൊരു പോയം തന്നെയാണിത്. മാത്രമല്ല സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട്, റിലേറ്റബിൾ ആയിട്ടൊരു സിറ്റുവേഷനും കൂടിയാണ്. കാരണം നമ്മളിൽ പല ആൾക്കാർക്കും ഇതേ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ പോയിട്ടുണ്ടാകും. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ അടുത്തോ, അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ അടുത്ത് പോലും പലപ്പോഴും നമുക്ക് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ആ വേണ്ട രീതിയിൽ പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിനോട് ധൈര്യം കിട്ടി കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ റിലേറ്റബിൾ ആയിട്ടൊരു സിറ്റുവേഷനെ കുറിച്ചുള്ളൊരു പോയമാണ്. ഇനി അഗെയിൻ നമുക്കിനി പ്രോപ്പർ അനാലിസിസിലേക്ക് വരാം. സെൻട്രൽ തീം എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ഇൻ എക്സ്പ്രസിങ് ഇമോഷൻസ് വെർബലി. ആ ഒരു പോയത്തിൽ ഒരു ലൈൻ ഉണ്ട്, അദ്ദേഹം പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലാണ് ഇരിക്കുന്നത്. അതിനർത്ഥം എന്താണ്? പറയാൻ ആഗ്രഹിച്ച ഫീലിങ്സ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തന്നെയാണ് ഇരിക്കുന്നത്, അത് പറയാനുള്ളൊരു ധൈര്യം അദ്ദേഹത്തിന് കിട്ടിയില്ല. ഇതിൻ്റെ കൂടെ തന്നെ വരുന്നൊരു സെൻട്രൽ തീം അല്ലെങ്കിൽ സെൻട്രൽ ഇമോഷൻ എന്താണ്? ഒരു റിഗ്രറ്റ്, അതുപോലെ തന്നെ ലോങ്ങിങ്. ഒരു ആഗ്രഹവുമുണ്ട്, അതുപോലെ തന്നെ അത്രത്തോളം കുറ്റബോധമുണ്ട്. പറയാൻ ഒരുപാട് ആഗ്രഹിച്ചു, അതുകൊണ്ടാണ് കുറച്ചും കൂടി
ഒരു കത്തിൽ എഴുതുന്നതായിരിക്കാം കുറച്ചും കൂടി എളുപ്പം. പക്ഷേ അതിനെക്കാട്ടിലും ഫേസ് ടു ഫേസ് ആയിട്ട് തന്നെ സംസാരിക്കണമെന്നുള്ള തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ആ ഒരു ലോങ്ങിങ്. പക്ഷെ അതേപോലെ തന്നെ പറയാൻ സാധിക്കാത്തതിൻ്റെ ആ ഒരു കുറ്റബോധവും അത്രത്തോളം തന്നെ ഈ ഒരു സ്പീക്കറിൻ്റെ ഒരു ആ ഒരു ഇൻട്രോസ്പെക്റ്റീവ് ടോണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പോയറ്റിൽ തന്നെ അഗെയിൻ റിഗ്രറ്റ്, ലോങ്ങിങ് അതെല്ലാം തന്നെ ഉണ്ടെങ്കിലും കുറച്ചും കൂടി സെൻട്രൽ ഇമോഷനായിട്ട് എനിക്ക് തോന്നിക്കുന്നത് പെയിൻ ആണ്. കാരണം പെയിൻ ഇവിടെ ഇമോഷണലി ആൻഡ് ഫിസിക്കലി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പം ഇവിടുത്തെ ഇമേജറി നോക്കുകയാണെങ്കിൽ തന്നെ സ്മിയർഡ് ഫീറ്റ്, അതുപോലെ തന്നെ ഫ്രഷ് വൂണ്ട്, ഈ വാക്കുകളെല്ലാം ഈ ഫ്രേസസ് എല്ലാം തന്നെ എന്താണ് കാണിക്കുന്നത്? ഒരു രീതിയിൽ ഒരു ഫിസിക്കൽ പെയിൻ ആണ് കാണിക്കുന്നത്. മാത്രമല്ല ആ ഒരു കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റാതെ പോയതിൻ്റെ കുറ്റബോധം, ആ ഒരു റിഗ്രറ്റ്, ലോങ്ങിങ്, അതെന്താണ്? ഇമോഷണൽ പെയിൻ ആണ്. അപ്പം എല്ലാ രീതിയിലും പെയിനിൻ്റെ എല്ലാ ആസ്പെക്റ്റും നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ സാധിക്കും. മാത്രമല്ല പോയത്തിൻ്റെ ലാസ്റ്റ് ലൈൻ നോക്കുകയാണെങ്കിൽ അപ്പ് മൈ ട്രൗസേഴ്സ് ലൈക്ക് എ ലിസേർഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു പ്രസൻസ്, പറയാൻ പറ്റാതെ പോയതിൻ്റെ ആ ഒരു കുറ്റബോധം ഇപ്പോഴും മനസ്സിൽ തങ്ങിക്കിടപ്പുണ്ട്. ആ ഒരു റിഗ്രറ്റിൻ്റെ ആ ഒരു പ്രസൻസ് അത് വളരെ പേഴ്സിസ്റ്റൻ്റ് ആണ്. മാത്രമല്ല അത് വളരെ അൺകംഫർട്ടബിൾ ആണ്. അപ്പോൾ അതാണ് പോയറ്റ് അല്ലെങ്കിൽ സ്പീക്കർ പറയുന്ന ആ ഒരു ഭാരം, കാലുകൾക്ക് തോന്നിക്കുന്ന ഭാരം അല്ലെങ്കിൽ മനസ്സിന് തോന്നിക്കുന്ന മുറിവ് എന്താണ്? ഈ ഒരു കാര്യം താൻ ഒരുപാടധികം കൊതിച്ച ഒരു കാര്യം പറയാൻ സാധിച്ചില്ല. ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് പോലും പറയാൻ മനസ്സ് വന്നില്ല, ആ ഒരു ധൈര്യം വന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു സെൻട്രൽ ഇമോഷൻ. ഇനി കോൺട്രാസ്റ്റിംഗ് നിൽക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്, മൊമെന്റ്സ് ഓഫ് കണക്ഷൻ ആൻഡ് ഡിസ്കണക്ഷൻ. കാരണം ഇവിടെ ഇവർ തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്, അത് നമുക്ക് കാണാൻ സാധിക്കും. സ്പീക്കറും സ്പീക്കർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും തമ്മിൽ നല്ല രീതിയിലൊരു കണക്ഷൻ കാണാം. ഫ്രേസസ് നോക്കുകയാണെങ്കിൽ അവർ ഐ സഡൻലി മീറ്റിംഗ്, അതുപോലെ തന്നെ അവർ ആ ഒരു രീതിയിൽ അവർ ഒത്തുവന്നു, പരസ്പരം കൈ പിടിക്കുന്നു, അതുപോലെ തന്നെ പരസ്പരം നോക്കുന്നു, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുന്നു. ഇതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവർ തമ്മിലൊരു ജെന്യുവൻ കണക്ഷൻ ഉണ്ട്. പക്ഷെ അതേപോലെ തന്നെ കോൺട്രാസ്റ്റിനായിട്ട് നിൽക്കുന്ന ഒരു ഡിസ്കണക്ഷൻ കാണാൻ സാധിക്കും. കാരണം ഇത്രയും ഇൻറ്റിമേറ്റ് ആയിട്ട് ഇത്രയും രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് പോലും അവർക്ക് അവരുടെ ട്രൂ ഫീലിങ്സ് പറയാൻ സാധിക്കുന്നില്ല. ഒരു കൺഫെഷൻ അവിടെ പറയാതെ പോവുകയാണ്. അതാണ് അവിടെ ഒരു ഡിസ്കണക്ഷൻ എന്ന് പറയുന്നത്. അത് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇനി ഇമേജറി ആൻഡ് സിംബലിസം നമുക്ക് നോക്കാം. ഓൾറെഡി റിപ്പീറ്റ് ചെയ്ത കാര്യമാണ്, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാം. സ്മിയർഡ് ഫീറ്റ് എന്താണ് കാണിക്കുന്നത്? വെയർനെസ് ആൻഡ് സോറോ ആൻഡ് അൺഎക്സ്പ്രസ്ഡ് ഇമോഷൻസ്. സ്ലിപ്ഡ് ഇൻ ടു മൈ പോക്കറ്റ്, ദ ആക്ട് ഓഫ് ഹൈഡിങ് ഓർ വിത്ത്ഹോൾഡിങ് ഇമോഷൻസ്. നമ്മൾ എങ്ങനെയാണ് ഒരു വസ്തു നമ്മുടെ പോക്കറ്റിൽ വെക്കുന്നത്? എന്തിനാണ്? പലപ്പോഴും ഒരു പക്ഷെ ഒളിപ്പിച്ച് വെക്കാനായിരിക്കും, അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കാനായിരിക്കും. അതുപോലെ തന്നെയാണ് പോയറ്റും മെറ്റഫോറിക്കലി അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് മനസ്സിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു പോക്കറ്റിൽ തന്നെ സൂക്ഷിച്ചു വെച്ചു എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഫ്രേസ് കേൾഡ് അപ്പ് ഇൻ ദ കോർണർ. അതെന്താണ്? എഗെയിൻ നമ്മുടെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫ്രേസിൻ്റെ വേറൊരു വേർഷനാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എഗെയിൻ അവിടെ സംസാരിക്കാതെ പോയ ആ ഒരു ഫീലിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതൊരു മുറിയുടെ ഒരു മൂലയ്ക്കിരിക്കുന്നു. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ ഒരു പ്രസൻസ് അവിടെ ഉണ്ട്, പക്ഷെ അത് പ്രസൻറ്റ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അതവിടെ അഡ്രസ്സ് ചെയ്യാതെ പോയി. ഇനി ഫ്രഷ് വൂണ്ട്, അതുപോലെ ഷ്രീക്കിൻ ഔട്ട് വിത്ത് ബ്ലഡ്, ഈ ഫ്രേസസ് എല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സെൻട്രൽ ഇമോഷൻ ആയിട്ടുള്ള പെയിനെയാണ് കാണിക്കുന്നത്. മോർ ഇമ്പോർട്ടൻ്റ്ലി ഫിസിക്കൽ പെയിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഒരു വേദന സ്പീക്കറിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇമേജറിയാണ് ലിസേർഡ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ആ ഒരു പോയറ്റിൻ്റെ ലാസ്റ്റ് ലൈനിൽ കണ്ടൊരു ഇമേജറിയാണ്. എന്തുകൊണ്ടാണ് ലിസേർഡ് എന്നൊരു ഇമേജറി ഇവിടെ വന്നിരിക്കുന്നത്? നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ, മുറിയിലാണെങ്കിൽ തന്നെ പല്ലി ശല്യം എന്തായാലും കാണും. അപ്പോൾ പല്ലിയെ പേടിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അതിനെ കാണുമ്പോൾ തന്നെ ഓടിച്ച് കളയുന്നവരുണ്ട്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് വലിയ ബോധേർഡായിട്ട് ഇരിക്കാത്തവരും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ലിസേർഡിനായിട്ടുള്ള ഒരു കമ്പാരിസൺ എന്തുകൊണ്ടാണ്? എപ്പോഴും അതവിടെ കാണും, ഇറ്റ് ഈസ് പേഴ്സിസ്റ്റൻറ്റ്. പക്ഷേ ഒരേ സമയം അൺസെറ്റിലിങ്ങുമാണ്.
അതാണ് ലിസേർഡ് ആയിട്ടുള്ളൊരു താരതമ്യം ചെയ്യാൻ കാരണം. അത് വളരെ നമുക്ക് സുപരിചിതമായിട്ടുള്ളൊരു ഇമേജറിയാണ്. മാത്രമല്ല ആ ഒരു പെർസിസ്റ്റൻസിനെയാണ് ലിസേർഡ് എന്ന ഇമേജറി കൊണ്ട് കാണിക്കുന്നത്. ഇനി സെൻട്രൽ ഇമോഷൻ അല്ലെങ്കിൽ ഇമോഷണൽ അണ്ടർടോൺ എന്താണ്? മെലാങ്കളി, ഇൻട്രോസ്പെക്ഷൻ, അതുപോലെ തന്നെ പെയിൻ ആൻഡ് ഡിസ്കംഫർട്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ ആ ഒരു സെൻട്രൽ ഇമോഷൻസ് അല്ലെങ്കിൽ നമുക്ക് പോയം വായിക്കുമ്പോൾ തന്നെ ഉടനീളം കാണാൻ സാധിക്കുന്ന ഒരു ഇമോഷൻ ഇത് തന്നെയാണ്. സോ ടു കൺക്ലൂഡ്, ഈ ഒരു പോയം നമുക്ക് എന്താണ് അൺഎക്സ്പ്രസ്ഡ് ഇമോഷൻസിനെ കുറിച്ച്, അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പോയം തന്നെയാണ്. മാത്രമല്ല കോംപ്ലക്സിറ്റീസ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചും പറയുന്നുണ്ട്. കാരണം എല്ലാവർക്കും എല്ലായ്പ്പോഴും എന്താണ് നമുക്ക് അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ളൊരു കഴിവ് കാണത്തില്ല. അതിനെക്കുറിച്ചാണ് ഈ ഒരു പോയം ഡിസ്കസ് ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പോൾ ഒരു ലോങ്ങിങ്, അതുപോലെ റിഗ്രറ്റ്, അതുപോലെ തന്നെ ദ ഹോണ്ടിങ് പ്രസൻസ് ഓഫ് വാട്ട് റിമെയിൻസ് അൺസെഡ്, ഇതെല്ലാം തന്നെ യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു ഹ്യൂമൻ എക്സ്പീരിയൻസ് ആണ്. കാരണം ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള എക്സ്പീരിയൻസസ് ആണുള്ളത്. പക്ഷെ പലപ്പോഴും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമുക്ക് ഈ ഒരു രീതിയിൽ സ്പീക്കറായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. സ്പീക്കർ കടന്നുപോയ അതേ വഴിയിലൂടെ നമ്മളും ഏതെങ്കിലും ഒരു പോയിന്റിൽ കടന്നു പോയിട്ടുണ്ടാകും. നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിച്ച കാര്യം പല കാരണം കൊണ്ട് പറയാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പറയാൻ ശ്രമിച്ചിട്ടും മറ്റേ ആൾക്ക് മനസ്സിലായില്ല. അങ്ങനെ പല സന്ദർഭങ്ങളിലൂടെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യം അതുപോലെ തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു യൂണിവേഴ്സൽ ഹ്യൂമൻ എക്സ്പീരിയൻസ് ആണ്. കാരണം പേഴ്സണലി എനിക്ക് പറയാൻ സാധിക്കും, എനിക്ക് സ്പീക്കറായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. സ്പീക്കറിൻ്റെ അതേ സിറ്റുവേഷനിലൂടെ ഞാനും പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന നിങ്ങൾ എത്ര പേർക്ക് ഇതേ ഒരു രീതിയിൽ സിറ്റുവേഷനിലൂടെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് സ്പീക്കർ റിലേറ്റബിൾ ആണെങ്കിൽ ഈ ഒരു സെൻട്രൽ തീമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ പറയാം. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി, യെസ് ഐ അഗ്രി വിത്ത് ദ തീം എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. കാരണം ഈ ഒരു റിലേറ്റബിലിറ്റി ആണ് ഈ ഒരു പോയത്തിൻ്റെ ഒരു സ്റ്റാർ ഫാക്ടർ എന്ന് ഞാൻ പറയും. സോ അതാണ് ഈ ഒരു പോയത്തെക്കുറിച്ചുള്ള ഒരു ഓവറോൾ അനാലിസിസ്. നമ്മൾ ഓഥറിനെ കുറിച്ച് സംസാരിച്ചു, ഒരു സമ്മറി പറഞ്ഞു, അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് ചെയ്തു. സെൻട്രൽ തീം എന്തൊക്കെയാണ്, സെൻട്രൽ ഇമോഷൻ എന്തൊക്കെയാണ്, ഇമേജറി, സിംബലിസം ആൻഡ് പിന്നെന്താണ് സ്ട്രക്ചർ, ഫോം, അതെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഇൻഫോർമേറ്റീവ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നോട്ട്സിന് വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനും മറക്കല്ല. ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് don't forget to subscribe the channel for more videos. I'll see you in the next video. Till then, take care.